എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നമ്മുടെ സൗരയൂഥത്തിലൂടെ ഒരു അടിപൊളി യാത്ര പോയാലോ? നമ്മുടെ തൊട്ടയൽക്കാരായ ഗ്രഹങ്ങളെപ്പറ്റിയും അവയുടെ രഹസ്യങ്ങളെപ്പറ്റിയുമൊക്കെ നമുക്ക് ഒരുമിച്ചറിയാം. അപ്പോ നമുക്ക് ആദ്യം തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ സൗരയൂഥത്തില് ആകെ എത്ര ഗ്രഹങ്ങളുണ്ട്? ഔദ്യോഗികമായിട്ട് 8 എണ്ണം. പക്ഷേ ഈ 8 ഗ്രഹങ്ങൾ മാത്രമല്ലട്ടോ ഇവിടെയുള്ളത്. ഇതൊരു വലിയ തിരക്കേറിയ സ്ഥലമാണ്. ഏതാണ്ട് 290-ലധികം ഉപഗ്രഹങ്ങൾ, പിന്നെ 13 ലക്ഷത്തിലധികം ഛിന്നഗ്രഹങ്ങൾ, 3800-ൽ പരം വാൽനക്ഷത്രങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞ ഒരിടം. അപ്പൊ ശരിക്കും എന്താണ് നമ്മുടെ ഈ അയൽക്കാരായ ഗ്രഹങ്ങളുടെയൊക്കെ ഒരു സ്വഭാവം? പേരുകളും ഈ കണക്കുകളുമൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കവരെ ശരിക്കും ഒന്ന് അടുത്തറിയാം. റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ സൂര്യനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന നല്ല ഉറച്ച പാറ പോലെയുള്ള ഉൾഗ്രഹങ്ങളെ പരിചയപ്പെടാം. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് എത്തി. ബുധൻ, സൗരയൂഥത്തിലെ ഏറ്റവും കുഞ്ഞൻ ഗ്രഹം. സൂര്യന്റെ തൊട്ടടുത്താണ് കക്ഷിയുടെ സ്ഥാനം. ഇനി ബുധനിലെ ഒരു കാര്യം കേട്ടാൽ നിങ്ങൾ ശരിക്കും അതിശയിക്കും. അവിടുത്തെ ഒരു വർഷമെന്ന് പറയുന്നത് വെറും 88 ഭൗമദിനങ്ങളേ ഉള്ളൂ. പക്ഷേ ഒരു ദിവസം തീരാൻ 59 ദിവസം വേണം. അതായത് അവിടുത്തെ 1.5 ദിവസം കഴിയുമ്പോഴേക്കും ഒരു വർഷം കഴിഞ്ഞു. എന്തൊരവസ്ഥയാണല്ലേ? അടുത്ത ആൾ ശുക്രനാണ്. കണ്ടാൽ നമ്മുടെ ഭൂമിയുടെ ഒരു അപരനെ പോലെ തോന്നും. വലിപ്പത്തിലൊക്കെ ഏകദേശം ഒരുപോലെയാണ്. അതുകൊണ്ട് ഇതിനെ ഭൂമിയുടെ ഇരട്ട എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ ഒരു ഈവിൽ ട്വിന്നാണെന്ന് മാത്രം. ഇവിടെയാണ് ശരിക്കുള്ള ട്വിസ്റ്റ്. ശുക്രനിലെ ഒരു ദിവസം എന്ന് പറയുന്നത് അവിടത്തെ ഒരു വർഷത്തേക്കാൾ വലുതാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അതായത് സ്വയം ഒന്ന് കറങ്ങിത്തീരാൻ 243 ഭൗമദിനങ്ങൾ എടുക്കും. പക്ഷേ സൂര്യനെ ഒന്ന് ചുറ്റിവരാൻ 225 ദിവസം മതി. അപ്പോ എന്തുകൊണ്ടാണ് ഇതിനെ ആ ഈവിൽ ട്വിൻ എന്ന് വിളിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായോ? ഒന്നാമത്തെ കാര്യം, സൗരയൂഥത്തിലെ ഏറ്റവും ഹോട്ടായ ഗ്രഹമാണിത്. ഏകദേശം 464 ഡിഗ്രി സെൽഷ്യസ്. പോരാത്തതിന് കറങ്ങുന്നത് തന്നെ നേരെ തിരിച്ചാണ്. പിന്നെ അവിടുത്തെ മഴയോ, അത് സൾഫ്യൂരിക് ആസിഡാണ്. ശരി, ഇനി നമുക്ക് ഏറ്റവും ഫേമസ് ആയ നമ്മുടെ അയൽക്കാരന്റെ അടുത്തേക്ക് പോകാം. ചുവന്ന ഗ്രഹം. അതേ, ചൊവ്വ തന്നെ. മനുഷ്യൻ ഏറ്റവും കൂടുതൽ പഠിക്കുകയും പര്യവേക്ഷണം നടത്തുകയും ചെയ്ത ഒരു തണുത്ത മരുഭൂമി പോലെയുള്ള ലോകം. അപ്പോ ഈ ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരമൊക്കെ പറയുമ്പോൾ നമ്മൾ കിലോമീറ്ററിൽ പറഞ്ഞാൽ തല കറങ്ങിപ്പോവും അല്ലേ? അതിനൊരു എളുപ്പവഴിയുണ്ട്. ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഒരളവാണ് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ AU. സംഭവം സിമ്പിളാണ്. നമ്മുടെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരമില്ലേ, അതാണ് ഒരു AU. അപ്പൊ ചൊവ്വ സൂര്യനിൽ നിന്ന് 1.5 AU ദൂരെയാണ്. ചൊവ്വയുടെ ഒരു പ്രധാന ആകർഷണം അവിടത്തെ ഭീമാകാരമായ ഭൂപ്രകൃതിയാണ്. ഉദാഹരണത്തിന് ഒളിമ്പസ് മോൺസ്, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണിത്. നമ്മുടെ എവറസ്റ്റ് കൊടുമുടിയുടെ ഏകദേശം 3 ഇരട്ടി പൊക്കമുണ്ടിതിന്. ഒന്നാലോചിച്ചു നോക്കൂ. അപ്പൊ നമ്മൾ ഈ പാറക്കെട്ടുകൾ നിറഞ്ഞ ഉൾഗ്രഹങ്ങളുടെ ലോകം വിട്ട് പുറത്തേക്ക് കടക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് തീർത്തും വ്യത്യസ്തരായ ഒരു കൂട്ടരെയാണ്. ഇതുവരെ കണ്ട ചെറിയ ഉറച്ച ഗ്രഹങ്ങളല്ല. ഇനി വരുന്നത് ഭീമാകാരന്മാരായ വാതക ഭീമന്മാരാണ്. എത്തിപ്പോയി. ഭീമന്മാരുടെ സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം. ഇവിടെ ഗ്രഹങ്ങൾക്ക് ഉറച്ച പ്രതലമില്ല. പകരം വാതകങ്ങളും ഐസും കൊണ്ട് നിർമ്മിച്ച ഭീമാകാരമായ ഗോളങ്ങളാണ്. ഇവിടെയൊക്കെ വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഭാവനയ്ക്കും അപ്പുറത്താണ്. ഈ സാമ്രാജ്യത്തിലെ രാജാവിനെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. വ്യാഴം, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രഹത്തിന്റെ ഭീമാകാരമായ വലുപ്പം തന്നെയാണ് നമ്മുടെ സൗരയൂഥത്തെ ഇന്നത്തെ രീതിയിൽ രൂപപ്പെടുത്തിയെടുത്തത്. അതിന്റെ വലുപ്പം ഇത്രത്തോളമുണ്ടെന്നറിയാമോ? നമ്മുടെ ഭൂമിയെപ്പോലെയുള്ള 1000 ഗ്രഹങ്ങളെ വ്യാഴത്തിനുള്ളിൽ വെറുതെ കൊള്ളിക്കാം. പോട്ടെ, നമ്മുടെ സൗരയൂഥത്തിലെ ബാക്കിയുള്ള 7 ഗ്രഹങ്ങളെയും ഒരുമിച്ചെടുത്ത് വ്യാഴത്തിനുള്ളിലിട്ടാലും പിന്നെയും സ്ഥലം ബാക്കിയുണ്ടാകും. അത്രയ്ക്കും വലുതാണ് കക്ഷി. ഇത്രയും വലിയൊരു ഭീമനാണെങ്കിലും ഏറ്റവും വേഗത്തിൽ കറങ്ങുന്നത് വ്യാഴാണ്. വെറും 10 മണിക്കൂർ കൊണ്ട് ഒരു ദിവസം തീരും. അതുകൂടാതെ 95 ഉപഗ്രഹങ്ങളുണ്ട്. പിന്നെ നൂറ്റാണ്ടുകളായി അടങ്ങാതെ വീശിയടിക്കുന്ന ഒരു ഭീമൻ കൊടുങ്കാറ്റും വ്യാഴത്തിന്റെ ഒരു പ്രത്യേകതയാണ്. വ്യാഴം കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് സൗരയൂഥത്തിലെ ഏറ്റവും സുന്ദരനായ ഗ്രഹത്തിലേക്കാണ്, ശനി. ആ മനോഹരമായ വലയങ്ങൾ, അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷേ ശനി എന്ന് പറയുന്നത് വലയങ്ങൾ മാത്രമല്ല കേട്ടോ, വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പോ സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത് ശനിക്കാണ്, 146 എണ്ണം.
പോരാത്തതിന് അതിന്റെ ഉത്തരധ്രുവത്തിൽ 6 വശങ്ങളുള്ള വളരെ വിചിത്രമായൊരു കൊടുങ്കാറ്റുണ്ട്. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ഹെക്സഗൺ ആകൃതിയിലുള്ള കൊടുങ്കാറ്റ്. ഇനി നമ്മൾ സൗരയൂഥത്തിന്റെ ഏറ്റവും തണുത്തുറഞ്ഞ ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെയാണ് ഐസ് ഭീമന്മാരായ യുറാനസും നെപ്റ്റ്യൂണുമുള്ളത്. യുറാനസ് ഒരു വശത്തേക്ക് ചരിഞ്ഞാണ് കിടന്ന് കറങ്ങുന്നത്. നെപ്റ്റ്യൂണിലാണെങ്കിൽ ശബ്ദത്തെക്കാൾ വേഗത്തിൽ കാറ്റടിക്കും. ഒരു വർഷം കഴിയാൻ അവിടെ 165 ഭൗമവർഷങ്ങൾ വേണം. ഓക്കെ, നമ്മുടെ യാത്രയിൽ ഇനിയൊരു സ്പെഷ്യൽ സ്റ്റോപ്പുണ്ട്. നമ്മളെല്ലാവരും പണ്ട് സ്കൂളിൽ പഠിച്ച 9ാമത്തെ ഗ്രഹം, പ്ലൂട്ടോ. അതിനെന്തുപറ്റി? എങ്ങോട്ടാണ് പ്ലൂട്ടോ പോയത്? പലർക്കുമുള്ളൊരു സംശയമാണിത്. നമുക്ക് നോക്കാം. സംഭവം നടന്നത് 2006-ലാണ്. ഇന്റർനാഷണൽ ആസ്ട്രോണോമിക്കൽ യൂണിയൻ ഒരു ബഹിരാകാശഗോളത്തെ ഗ്രഹമായി കണക്കാക്കണമെങ്കിൽ 3 നിബന്ധനകൾ വെച്ചു. ഇവിടെയാണ് പ്ലൂട്ടോയ്ക്ക് പണി കിട്ടിയത്. ആ 3 നിബന്ധനകളിൽ ആദ്യത്തെ 2 പ്ലൂട്ടോ പാലിക്കുന്നുണ്ട്. സൂര്യനെ ചുറ്റുന്നുണ്ട്, ഗോളാകൃതിയുമുണ്ട്. പക്ഷേ 3ാമത്തെ നിബന്ധനയാണ് പ്ലൂട്ടോയെ കുഴപ്പത്തിലാക്കിയത്. ഒരു ഗ്രഹം അതിന്റെ ഭ്രമണപഥം മറ്റു വസ്തുക്കളിൽ നിന്നും ക്ലിയർ ചെയ്യണം. പ്ലൂട്ടോയുടെ വഴിയിൽ കൈപ്പർ ബെൽറ്റിൽ നിന്നുള്ള ഒരുപാട് വസ്തുക്കളുണ്ട്. അതുകൊണ്ട് പ്ലൂട്ടോയെ ഒരു കുള്ളൻ ഗ്രഹമായി തരംതാഴ്ത്തി. അപ്പോ ആസിഡ് മഴ പെയ്യുന്ന ലോകം മുതൽ ഒരു വശം ചരിഞ്ഞു കറങ്ങുന്ന ഗ്രഹങ്ങൾ, അവസാനിക്കാത്ത കൊടുങ്കാറ്റുകൾ, എന്തൊരു വൈവിധ്യമാണ് നമ്മുടെ സൗരയൂഥത്തിൽ, അല്ലേ? നമ്മുടെ ഈ ചെറിയ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ ഒരു ചോദ്യം ബാക്കിയാണ്. നമ്മുടെ ഈ കോസ്മിക് അയൽപ്പക്കത്ത് ഇനിയും എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്?